പ്രിയമുള്ളവരെ, വചനജ്വാല 1556 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ 4 വ്യാഴാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ക്രിസ്മസ് ഒരുക്കത്തിന്റെ 4-ാം ദിവസത്തേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ ഏശയ്യായുടെ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 14 വരെ ഉള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ദമാസ്കസിനെ കുറിച്ചുള്ള അരുളപ്പാട്. ദമാസ്കസ് ഒരു നഗരമല്ലാതാകും, അത് നാശകൂമ്പാരമാകും. അതിന്റെ നഗരങ്ങൾ എന്നേക്കും വിജനമായി കിടക്കും. അവിടെ ആട്ടിൻകൂട്ടങ്ങൾ മേയും, അവ അവിടെ വിശ്രമിക്കും. ആരും അവയെ ഭയപ്പെടുത്തുകയില്ല. എഫ്രായിമിന്റെ കോട്ട തകരും, ദമാസ്കസിന്റെ രാജ്യം ഇല്ലാതാകും. സിറിയയിൽ അവശേഷിച്ചവർ ഇസ്രായേൽ മക്കളുടെ മഹത്വം പോലെയാകും. സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. അന്ന് യാക്കോബിന്റെ മഹത്വം ക്ഷയിച്ചു പോകും. അവന്റെ ശരീരം മേധസ് ക്ഷയിച്ച് മെലിഞ്ഞു പോകും. അത് കൊയ്ത്തുകാരൻ ധാന്യം കൊയ്തെടുക്കുന്നത് പോലെയും റഫായിം താഴ്വരയിൽ കാലാപെറുക്കുന്നത് പോലെയും ആയിരിക്കും. ഒലിവ് തല്ലുമ്പോൾ അതിന്റെ ഉയർന്ന കൊമ്പുകളുടെ അറ്റത്ത് 2-3 പഴങ്ങളോ ഫലവൃക്ഷത്തിന്റെ ശാഖകളിൽ 4-5 കായ്കളോ ഉണ്ടാകുന്നത് പോലെ കാലാപെറുക്കാൻ ചിലത് അവശേഷിക്കും എന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അന്ന് ജനം തങ്ങളുടെ സൃഷ്ടാവിനെ കുറിച്ച് ചിന്തിക്കുകയും ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് തങ്ങളുടെ കണ്ണുകൾ ഉയർത്തുകയും ചെയ്യും. അവർ തങ്ങളുടെ കരവേലയായ ബലിപീഠങ്ങളെ കുറിച്ച് ചിന്തിക്കുകയോ തങ്ങൾ നിർമ്മിച്ച അക്ഷേരാ പ്രതിഷ്ഠയിലേക്കോ ധൂപപീഠത്തിലേക്കോ നോക്കുകയോ ഇല്ല. അന്ന് അവരുടെ പ്രബല നഗരങ്ങൾ ഹിവ്യരും അമോര്യരും ഇസ്രായേൽ മക്കളുടെ മുൻപിൽ ഉപേക്ഷിച്ചു പോയ പട്ടണങ്ങൾ പോലെയും വിജനമായി തീരും. എന്തെന്നാൽ നിങ്ങളുടെ രക്ഷകനായ ദൈവത്തെ നിങ്ങൾ മറന്നു കളയുകയും നിങ്ങളുടെ അഭയശിലയെ നിങ്ങൾ വിസ്മരിക്കുകയും ചെയ്തു. അതിനാൽ നിങ്ങൾ തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അന്യദേവന്മാർക്ക് വേണ്ടി തണ്ടുകത്തുകയും ചെയ്തു. നടുന്ന ദിവസം തന്നെ അവ മുളയ്ക്കുകയും ആ പ്രഭാതത്തിൽ തന്നെ അവ പൂവിടുകയും ചെയ്താലും ദുഃഖത്തിന്റെയും അപരിഹാര്യമായ വേദനയുടെയും ദിനത്തിൽ അതിന്റെ വിളവ് നശിച്ചു പോകും. അതാ അനേകം ജനങ്ങൾ ഇരമ്പുന്നു, അത് സമുദ്രത്തിന്റെ മുഴക്കം പോലെയാണ്. അതാ ജനതകളുടെ ഗർജനം, മഹാസമുദ്രങ്ങളുടെ ഇരമ്പൽ പോലെയാണത്. പെരുവെള്ളം പോലെ ജനതകൾ ഇരമ്പുന്നു. എന്നാൽ അവിടുന്ന് അവരെ ശാസിക്കുകയും അവർ ദൂരേക്ക് ഓടിപ്പോവുകയും ചെയ്യും. മലകളിൽ കാറ്റത്ത് പറക്കുന്ന വൈക്കോൽ പോലെയും കൊടുങ്കാറ്റിൽ പാറുന്ന പൊടി പോലെയും അവർ ഓടിക്കപ്പെടും. ഇതാ സന്ധ്യാസമയത്ത് ഭീകരത, പ്രഭാതമാകും മുമ്പേ അവർ അപ്രത്യക്ഷരായിരിക്കുന്നു. നമ്മെ നശിപ്പിക്കുന്നവരുടെ ഓഹരിയും നമ്മെ കൊള്ളയടിക്കുന്നവരുടെ വിധിയും ഇതാണ്. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വേദപാരംഗതനായ വിശുദ്ധ ജോൺ ഡമീസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. പൗരസ്ത്യ സഭാപിതാക്കന്മാരിൽ ഒടുവിലത്തെ ആളാണ് ജോൺ ഡമീസിൻ.
ഡമാസ്കസിലാണ് അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ടാണ് ഡമാസീൻ എന്ന പേര് വന്നത്. പിതാവ് ക്രിസ്ത്യാനിയാണെങ്കിലും സിറിയയിലെ ഒരു സാമ്പത്തിക ഉദ്യോഗസ്ഥനായിരുന്നു. കോസ്മോസ് എന്ന സന്യാസിയായിരുന്നു ജോണിന്റെ അധ്യാപകൻ. പിതാവിന്റെ മരണശേഷം ജോൺ ഡമാസ്കസിലെ മുഖ്യ കൗൺസിലറായി. പ്രതിമാവമ്പകർക്കെതിരായി ഈസോറിൽ ആരംഭിച്ച മർദ്ദന നയത്തെ അദ്ദേഹം എതിർത്തു. 730 വിശുദ്ധ സാബസിന്റെ സന്യാസാശ്രമത്തിൽ ചേർന്നു. പിന്നീട് വൈദിക പട്ടം സ്വീകരിച്ചു. പല ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. പ്രഥമ സ്കോളാസ്റ്റിക് വൈദ്യശാസ്ത്രജ്ഞനായി അദ്ദേഹം അറിയപ്പെടുന്നത്. പ്രതിഭാഭഞ്ജകനായ ലയോ ഇസോറിനെ ഭീഷണിയായതുകൊണ്ട് കള്ളക്കത്ത് കാലിഫിനെ അയക്കുകയും അദ്ദേഹം കോപാക്രാന്തനായി ഫാദർ ജോണിന്റെ വലത് കൈ വിട്ട് തെരുവിലെ ഒരു കഴുമരത്തിൽ കെട്ടിയിട്ടു. രാജാനുമതിയോടെ വെട്ടിയ കൈ ദൈവമാതാവിന്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് മുറിഞ്ഞ ഭാഗത്ത് ചേർത്ത് വെച്ചപ്പോൾ അദ്ദേഹം സുഖപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. ഇതറിഞ്ഞ കാലിഫ് മാപ്പ് ചോദിച്ചു. തന്റെ ആഗ്രഹപ്രകാരം ജോലി രാജിവെച്ച് ദൈവമാതാവിന്റെ ഭക്തിയിൽ ജീവിച്ച് സ്വർഗീയ മധ്യസ്ഥം നേടി. പ്രിയമുള്ളവരെ, 1890 ഇദ്ദേഹത്തെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചു. വേദപാരംഗതനായ വിശുദ്ധ ജോൺ ഡമീസിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.